ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അഖില. ഇനി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് ഒരുപാട് കപ്പിൾസ് ഒക്കെ എന്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. എനിക്ക് എപ്പോഴും ദേഷ്യമാണ്, അല്ലെങ്കിൽ എന്റെ പങ്കാളി എപ്പോഴും എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കുറച്ചു കഴിഞ്ഞാല് ആള് കാമാവും. ഇതൊരു റിപ്പീറ്റഡ് സൈക്കിളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നോർമൽ ആണോ? ആക്ച്വലി ഇത് ഒരിക്കലും നോർമൽ അല്ല. ഇതൊരു ട്രോമ ബോണ്ട് എന്ന് പറയും, ഒരു പുഷ് പുൾ ഫിനോമിന എന്ന് പറയും. നമ്മൾ നമ്മുടെ പാർട്ട്ണറെ എത്ര ഉപദ്രവിച്ചാലും നമുക്കൊരു വിശ്വാസം വരികയാണ്. നമ്മൾ എന്തൊക്കെ ചെയ്താലും, എത്ര അടിച്ചാലും അല്ലെങ്കിൽ എത്ര തല്ലിയാലും കുറ്റപ്പെടുത്തിയാലും അവൾ നമ്മളെ വിട്ടു പോവില്ല, അല്ലെങ്കിൽ അവൻ നമ്മളെ വിട്ടു പോവില്ല. ആ ഒരു തോട്ട് അവരുടെ മൈൻഡിൽ വരികയാണ്. അത് മാത്രമല്ല, ഈ ഒരു സൈക്കിൾ റിപ്പീറ്റേറ്റീവ് സൈക്കിളായിട്ട് അബ്യൂസ്, കെയർ, ലവ്, വീണ്ടും ഈ വിക്ടിമിന് ഇതേ അവസ്ഥ, ഈ ഒരു സൈക്കിൾ കണ്ടിന്യൂസ് ആയിട്ട് വരും. ആക്ച്വലി ഇതൊരു നോർമൽ സിറ്റുവേഷൻ അല്ല. രണ്ടുപേരും ഒരു കൗൺസിലിങ്ങിന് വിധേയമായിട്ട് മുന്നോട്ട് വരേണ്ട ഒരു അവസ്ഥയാണ്. അത് മാത്രമല്ല, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊക്കെ ജയിലിലൊക്കെ കിടക്കുന്ന തടവ് പുള്ളിക്ക് പെട്ടെന്നൊരു ബിരിയാണി കിട്ടില്ലേ, അതുപോലത്തെ ഒരു ഫീലാണ് വരിക. അപ്പൊ അവർക്ക് എത്രയും ഡ്രെയിൻ ആയിട്ട് നമ്പായിട്ട് നിൽക്കുന്ന ആ ഒരു കണ്ടീഷനിൽ ഇതുപോലെ ഒരു സിറ്റുവേഷനിൽ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ചെറിയൊരു സന്തോഷം കിട്ടുമ്പോൾ അവരത് ഓക്കെ ആവും. അത് മാത്രമല്ല, തന്റെ പങ്കാളിയെ അവരെപ്പോഴും ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കും. ആരെന്തൊക്കെ കുറ്റപ്പെടുത്തി പറഞ്ഞാലും അവരെന്ത് പറയും, കുഴപ്പമില്ല, ജസ്റ്റിഫൈ ചെയ്ത് നല്ല രീതിയിൽ നന്നാക്കി സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുപോലെ ഒരു സിൻഡ്രോം എന്ന് പറയും, സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് പറയും. ഈ സ്റ്റോക്ക്ഹോം സിൻഡ്രോം ബേസിക്കലി മീൻ ചെയ്യുന്നത് വെച്ചാൽ നമ്മള് ഭയങ്കര ഇൻസെക്യൂരിറ്റി ഫീലിലായിരിക്കും. അതുപോലെ നമ്മൾ ഭയങ്കര ഓവർ കോൺഫിഡന്റ് ആയിരിക്കും. ഇൻ കേസ് നമ്മുടെ പാർട്ട്ണർ നമ്മളെ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ പറഞ്ഞാലും ഹി വിൽ പ്രൊട്ടക്ട്. ആ ഒരു ഫീലിംഗ് കാരണം, അതുപോലെ തന്നെ ഒരു ദയ, ഒരു സഹാനുഭൂതി, നമ്മുടെ ഉള്ളിൽ എവിടെയോ കിടക്കുന്ന ഒരു ഇഷ്ടം, അത് കാരണം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും, ഈ അബ്യൂസേഴ്സ് നമ്മളെ എന്തൊക്കെ ചെയ്താലും നമ്മൾ അവരെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അവരോട് കാണിക്കുന്ന ഒരു ദയ, അതാണ് നമ്മളെ ഈ ലൈഫ് ലോങ് നമ്മൾ ഈ സഫർ ചെയ്യുന്ന എന്നൊരു ചിന്ത അവൾക്ക് ഉണ്ടാവില്ല. അത് മാത്രമല്ല, ഇപ്പൊ ഈ പറയുന്ന ഏതൊരു പാർട്ട്ണർ ആണെങ്കിലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എത്തിക്കഴിഞ്ഞാല് എത്രയും പെട്ടെന്ന് കൗൺസിലിങ്ങിന് വിധേയമാവുന്നതാണ്. നമുക്ക് ആ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ ഏറ്റവും ഉചിതമായിട്ടുള്ളതും അത് തന്നെയാണ്.